ഡോക്ടർ പത്മനാഭ ഷാണിലേക്ക്. ഡോക്ടർ പത്മനാഭ ഷാണായി, ഇവിടെ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ മാത്രം ഡെങ്കിപ്പനി പിടിച്ചവരുടെ എണ്ണം 200 മുകളിലാണ്. ആ അസുഖം വന്നവരോട് ചോദിച്ചാലോ അങ്ങേയറ്റം തളർത്തിക്കളയുന്ന മട്ടിലാണ് ഈ സീസൺ ഡെങ്കി. എലിപ്പനി വേറെയാണ്, അതിലൂടെ നല്ല മരണങ്ങൾ അതിന് സംഭവിക്കുന്നുണ്ട് ഈ മാസങ്ങളിൽ. സാർ, ഈ രോഗം വരാതിരിക്കാനും വന്നാലും എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ പ്രേക്ഷകർ കരുതിയിരിക്കേണ്ടത് എന്താണ് ഡോക്ടർ പത്മനാഭ ഷാണായി? ഒരു മഴക്കാലത്ത് നമുക്കറിയാം എപ്പോഴും മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലത്ത് കാണുന്ന രോഗം നമുക്കറിയാം ഇൻഫ്ലുവൻസ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ മാസങ്ങളിലാണ്. ഇൻഫ്ലുവൻസ വൈറൽ പനി, സാധാരണ വരുന്ന വൈറൽ പനി ഏറ്റവും കൂടുതൽ കാണുന്ന ഈ സീസണിലാണ്. ഡെങ്കിപ്പനിയുടെ ഒരു തുടക്കവും ഇപ്പോൾ തന്നെയാണ്. കാരണം വെള്ളം കെട്ടിക്കിടക്കും, മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഡെങ്കിപ്പനി അതിന് കൊതുകുകൾ മുട്ടയിടും. കൊതുകുകൾ മുട്ടയിട്ട് കഴിയുമ്പോൾ ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട്. ഡെങ്കിപ്പനിയാണ് ഉള്ള പനികളിൽ ഏറ്റവും വൺ ഓഫ് ദ സീരിയസ്. പിന്നെ മൂന്നാമത്തത് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി പടരുന്നതും പലപ്പോഴും ആളുകൾ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ മുറിവുണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് എലിപ്പനിയും പകരുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന പനികളാണ് ഇതെല്ലാം തന്നെ. എലിപ്പനിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെങ്കിപ്പനിയാണെങ്കിലും മഴയുമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. പിന്നെ നാലാമത്തത് നമ്മുടെ ഡയറിയ പോലെയുള്ള അസുഖങ്ങൾ. കാരണം ശുദ്ധജലം കിട്ടാതാകുമ്പോൾ ഈ വാട്ടർ കണ്ടാമിനേഷൻ വരുന്നു. വാട്ടർ കണ്ടാമിനേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശുദ്ധജല സ്രോതസ് മലിനമാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വെള്ളം കുടിക്കുമ്പോഴോ അങ്ങനെ അതിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴോ ആളുകൾക്ക് ഛർദ്ദി അതിസാരവും ഡയറിയൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. അപ്പോൾ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡെങ്കി വരാൻ സാധ്യതയുണ്ട്. അതിന് ഡ്രൈ ഡേ ആചരിക്കുക. ഇൻഫ്ലുവൻസ വരാതിരിക്കണമെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻ ഉണ്ട്. ആളുകൾ എസ്പെഷ്യലി എൽഡർലി ആയിട്ടുള്ള ആളുകൾ, പ്രായമുള്ളവർക്ക് നമ്മൾ അവരെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വാക്സിൻ, ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ അവൈലബിൾ ആണ്. 60 വയസ്സിന് മുകളിലുള്ളവർ, അല്ലെങ്കിൽ കോമോർബിഡിറ്റീസ്, അതായത് മറ്റസുഖങ്ങൾ, അത് ഹാർട്ടിനോ ലങ്സിനോ ഷുഗർ ഒക്കെ കൂടുതലായിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി വാക്സിൻസ് അവൈലബിൾ ആണ്. എലിപ്പനിയുടേതായിട്ടുള്ള പ്രിക്കോഷൻസ് നമുക്കറിയാം. ഷൂസ് ധരിക്കണം, അല്ലെങ്കിൽ എലിപ്പനി വരാതിരിക്കാനായിട്ട് നമ്മൾ പാടത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണം. അപ്പം ഇതിനുള്ള മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇത് ഗ്രൗണ്ട് ലെവലിൽ ഈ മെസ്സേജ് എത്തേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഓരോരോ തരം പനി, ഇപ്പോൾ മസ്തിഷ്ക ജ്വരം അടക്കം ഓരോരോ ടൈപ്പ് പനികൾ. ആ മസ്തിഷ്ക ജ്വരം കുറച്ച് കുട്ടികളിലേക്ക് മാത്രം നിൽക്കുന്നത് ആശങ്കാജനകമാവണ്ണം അങ്ങനെ കൂടുതൽ പടർന്നു കണ്ടില്ല. മാത്രമല്ല അതിനുള്ള മരുന്ന് വരികയും ചെയ്തു. അതല്ലാതെയുള്ള ഒരുപാട് പനികൾ നമ്മൾ കേൾക്കുകയാണല്ലോ, ഇതുവരെ കേൾക്കാത്ത പനികൾ. അതിപ്പോൾ നേരത്തെയും അത്തരം പനികൾ വന്നു പോകുന്നതാണോ, അതോ നമ്മൾ ഇത്തവണ അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ കൃത്യമായ ഡയഗ്നോസ് ഉണ്ടാവുന്നത് കൊണ്ടാണോ കൂടുതൽ പനികളുടെ പേര് കേൾക്കേണ്ടി വരുന്നത്? ഡോക്ടർ പത്മനാഭ ഷാണായി, ഞാൻ ചോദിച്ചാൽ മനസ്സിലായെന്ന് കരുതുകയാണ്. എലിപ്പനി ആണെങ്കിലും നമ്മുടെ ഇൻഫ്ലുവൻസ ആണെങ്കിലും ശരിക്കും ഇൻഫ്ലുവൻസ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മരണനിരക്ക് കൂടിയിട്ടില്ല. മരണനിരക്ക് ഒരുപോലെയാണ്. പക്ഷേ ഇൻഫെക്റ്റഡ് ആകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്, കണ്ടുപിടിക്കുന്നത് കൂടുതലാണ്. പണ്ട് കാലത്ത് H1N1 ആണോ H5N1 ആണോ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അവർ മരിക്കുന്നുണ്ട്. അത് എത്ര പേര് മരിക്കുന്നുണ്ടെന്ന് നമുക്ക്, അത് മരണനിരക്ക് കൂടിയിട്ടില്ല. കാരണം 100 പേർക്ക് 150 പേർക്കൊക്കെ അസുഖം ബാധിക്കുമ്പോഴാണ് ഒരാൾക്ക് അസുഖം സിവിയർ ആകുന്നതും അയാൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നതും. അല്ലാതെ ഇൻഫ്ലുവൻസ ഒരു കില്ലർ ഡിസീസ് അല്ല. പക്ഷേ ഇൻഫ്ലുവൻസ കില്ലർ ആകുന്ന ആർക്കാണ്? പ്രായമുള്ളവർക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്ക്, അനുബന്ധ രോഗങ്ങളുള്ളവർക്ക്, ഹാർട്ടിനോ ലങ്സിനോ ഒക്കെ അസുഖമുള്ളവർക്ക്, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രായമുള്ളവരുടെ സമൂഹമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ഡെമോഗ്രഫിക്സ് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രായമുള്ളവരുടെ എണ്ണം കൂടുതലാണ്. പ്രായമുള്ളവർക്ക് ഈ അസുഖം വരുമ്പോൾ അവർക്ക് അസുഖം തീവ്രമാകാനും അസുഖം സിവിയർ ആയിട്ട് മരണത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ്. ഹാർട്ട് ഡിസീസ് വളരെ ഉള്ളൊരു നാടാണ് നമ്മുടെ. അപ്പം കോമോർബിഡിറ്റീസ് കൂടുന്നു. നമ്മുടെ ആരോഗ്യം ജനറലി ഉള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ ഷുഗർ കൂടുതൽ, ഹാർട്ട് അറ്റാക്ക് കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ചെറിയൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ തന്നെ പലപ്പോഴും അവർ ICUയിൽ അഡ്മിറ്റ് ആകാനും അത് മരണപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സമൂഹത്തിൽ എന്തൊക്കെ പ്രിവെന്റീവ് മെഷർ ചെയ്യാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്നത്. പിന്നെ ഡെങ്കി ആണെങ്കിലും ഡെങ്കി കാരണം കുറച്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഡെങ്കി വരാതിരിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടാണ്, കൊതുകിനെ നശിപ്പിച്ചാൽ മതി, കൊതുകടി കൊള്ളാതിരുന്നാൽ മതി. അതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. എലിപ്പനിക്ക് നമുക്കറിയാം ഡോക്സിസൈക്ലിൻ പോലെയുള്ള മരുന്നുകൾ ഈ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ലൊരു പ്രിവെന്റീവ് മെഷർ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് നോക്കാം. വന്നു കഴിഞ്ഞാൽ തന്നെ സിവിയർ ആയിട്ടുള്ള സിംറ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിട്ടുമാറാത്ത പനി, 3 ദിവസം കഴിഞ്ഞിട്ട് പനി മാറുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ബോഡി പെയിൻ ആണ്, തുമ്മലില്ല, തുമ്മലോ ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ പ്രശ്നമാണ്. അത് മൂക്കൊലിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതിൽ വലിയ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള പനിയുണ്ട്, ദേഹം വേദനയുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുക തന്നെ വേണം. ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾ, കോമോർബിഡിറ്റീസ് അസുഖമുള്ള ആളുകളോ അല്ലെങ്കിൽ അസുഖലക്ഷണം തീവ്രമായിട്ടുള്ള ആളുകളോ ഒരിക്കലും സ്വയം ഡോക്ടർ പറയുകയായിരുന്നു മഴക്കാലത്തിനൊപ്പം ഉള്ളതാണ് ഈ രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങളിൽ കരുതിയിരിക്കുക എന്നുള്ളതാണ്.